മുഹമ്മദിയൻ വബിമുഹമ്മദിൻ നബിയ എന്ന് പറയുന്ന പ്രഭാതത്തിലും വൈകുന്നേരവും പറയാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചു. ഇങ്ങനെ എത്ര എത്ര ദിക്റുകളാണ് നാവ് കൊണ്ട് വളരെ ലളിതമായി ചെല്ലാൻ പറ്റുന്ന ദിക്റ്. രാവിലെ 100 തവണയും വൈകുന്നേരം 100 തവണയും ചെല്ലാൻ പറഞ്ഞു. അതിനപ്പുറം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പറയാം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സകീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പദം, നാവിന് ഏറ്റവും എളുപ്പമുള്ള 2 പദം, പിന്നെ സഖീലത്താനി ഫിൽ മീസാൻ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങിയ 2 പദം. അതെന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതിന്റെ ശേഷം എക്സ്ട്രാ ഫിറ്റിംഗ് അത് ബിദ്അത്താണ്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കേൾക്കാൻ നമ്മള് ആ നല്ലത് കൊണ്ടുപോകാനാണ് കേട് വരുത്തുന്ന ഒരു പണിയാണ്. ഇതാണ് ഹദീസിലുള്ളത്. ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരവും 100 വട്ടം പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പല തവണ പല സ്ഥലത്ത് വ്യത്യസ്തമായ എണ്ണങ്ങളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണമില്ലാതെ എവിടെ വെച്ചും ചെല്ലാൻ പറ്റുന്ന തൗഹീദിന്റെ വലിയ ശബ്ദമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഞാനും എന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലുൽ കലാം അത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ്. ആ ദിക്റാണ് അറഫയിൽ മുഴങ്ങി കേൾക്കേണ്ടത് എന്ന് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ദിക്റുകളെ കുറിച്ച് നല്ല ബോധം നമുക്ക് വേണം. ഈ ഹജ്ജിന്റെ വിഷയം പറയുമ്പോ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നത് എന്നതിനെ കുറിച്ച്. അതിന് പറയുന്നത് എണ്ണപ്പെട്ട ദിവസങ്ങൾ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞത് ദുൽഹജ്ജ 1 മുതൽ ഹജ്ജ് കഴിയുന്നത് വരെയുള്ള ദിവസങ്ങളാണ്. ഹജ്ജിന്റെ ദിവസങ്ങളാണ്. അതിനെന്തിനാ? അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കാൻ വേണ്ടി. ഒരുപാട് ഇബാദത്തുകളില്ല, ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളില്ല, മറ്റു കർമ്മങ്ങളൊന്നുമില്ല. അവിടെ വളരെ ലളിതമായി നിസ്കാരം പറഞ്ഞ ചുരുക്കി നിസ്കരിക്കുന്നു. അതിന്റെ ശേഷം ദിക്റുകൾ ചൊല്ലിയിരിക്കുന്നു, മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്നു, അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അപ്പൊ ഈ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള ദിക്റുകളാണ് ഇതൊക്കെ. വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, എന്നെ ഓർക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ശുക്ർ ചെയ്യും എനിക്ക്. അതുപോലെ നിങ്ങൾ ശുക്ർ ചെയ്തോളി. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹു നമ്മളെ ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ ഓർമ്മ വരേണ്ടത് മനസ്സിൽ നിന്നാണ്. ആ മനസ്സതിന് പാകപ്പെടുത്താനാണ് ഹജ്ജില് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഓർക്കുക. എവിടൊക്കെയാണ് ഓർക്കേണ്ടത്? കഴിഞ്ഞു പോയ 60 വർഷത്തെ എന്റെ ജീവിതത്തെ കൃത്യമായി ഓർത്തെടുത്തിട്ട് അതിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് എനിക്ക് വിലങ്ങ് തടിയായിട്ടുണ്ടോ? എന്തെങ്കിലും വിലങ്ങ് തടിയായിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു കളയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്മായിലിനെ അറുക്കാൻ പറഞ്ഞതുപോലെ ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളോടും ഒരുപാട് ഇസ്മായിലുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോട് പറയുന്ന ഇസ്മായിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും തരികിട കച്ചവടങ്ങളായിരിക്കും, തെറ്റാണ് നമുക്ക് ബോധ്യമുള്ളതായിരിക്കും, അന്യായമായി കയ്യിൽ വെച്ചിരിക്കുന്ന അനന്തര സ്വത്തായിരിക്കും. ഒരു പക്ഷേ 10-15 വർഷമായിട്ട് അർഹരായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കാതെ സ്വയം കൈകാര്യം ചെയ്യുന്ന അനന്തര സ്വത്തുക്കളുണ്ടോ? അവിടെയൊക്കെ ഹജ്ജിന് വന്ന ആളുകൾക്ക് അറവ് അവിടെ അറക്കാൻ പറയണമല്ലോ. ഇവിടെ അറത്ത് കളയും. കാരണം എന്താ? അള്ളാഹുന്റെ എല്ലാ പാപം പുറത്തിട്ട് പോകാനുള്ളതാണ്. മറ്റൊരുത്തന്റെ അന്യായമായ മുതൽ എന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. സ്വഭാവം കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, എല്ലാറ്റിലും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ദിക്ർ, ആ ചിന്ത, അത് മനസ്സിൽ ആവാഹിച്ചിട്ട് കഴിഞ്ഞ ജീവിതത്തിലുണ്ടായ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ വരുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് മിനയിലേക്ക് ഹജ്ജിന്റെ ഇഹ്റാം കെട്ടി പുറപ്പെടുന്നതിന്റെ മുമ്പ് എന്തെല്ലാം ബാധ്യതകൾ പറഞ്ഞു തീർക്കാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു തീർത്തിട്ട് വേണം ഹജ്ജിലേക്ക് നമുക്ക് പുറപ്പെടാൻ. എന്നിട്ട് പിന്നെ ഉണ്ടാവേണ്ട ദിക്ർ എന്താണ്? ഈ ഹജ്ജിന്റെ ശേഷം ശിഷ്ടം വരുന്ന ജീവിതം.